ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമൻറ്റ് കൊണ്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ്. ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് ചട്ടികളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി ശ്രമിക്കുകയാണെങ്കിൽ ഇതുപയോഗിച്ചിട്ട് ഇനി നമുക്കൊരു 2-3 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേറൊരു കാർഡ്ബോർഡ് ബോക്സ് മതി നമുക്ക് നല്ല ഭംഗിയുള്ള സിമൻറ്റ് ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ. വേറൊരു മോൾഡും നമുക്ക് ഈ ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമില്ല. ഇതൊരു ടിഷ്യൂ ബോക്സാണ്. ഈ ടിഷ്യൂ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനിയും കുറേ ചട്ടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ കാർഡ്ബോർഡ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളിലോട്ടാക്കി വെക്കാം. ഒന്നുകിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡിന് ഒന്നുകൂടി സ്ട്രോങ് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ഭാഗം കുറച്ച് ലൂസായി നിൽക്കുന്നുണ്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഴകിയ ഡ്രസ്സുകളൊക്കെ തിരികെ വെക്കണം. അത് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റ് ഇതിൻ്റെ മേലെ പ്രസ് ചെയ്ത് വെക്കണം ചെയ്യണത്. അപ്പോൾ കാർഡ്ബോർഡിന് അധികം വെയിറ്റ് ഇല്ലല്ലോ, അപ്പോൾ സിമെൻറ്റിൻ്റെ വെയിറ്റും കൂടി ആവുമ്പോൾ കാർഡ്ബോർഡ് താഴെ വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴകിയ ഡ്രസ്സുകൾ ഇതിൽ വെക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് കുറച്ച് സ്ട്രോങ് ആയിക്കോളും. ഞാൻ ഡ്രസ്സുകളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി സെറ്റായിട്ടിരിക്കാൻ ഒന്നൊട്ടിച്ച് കൊടുക്കുക ഈ ഭാഗത്തൊക്കെ. അപ്പോൾ കാർഡ്ബോർഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ, ഒരു കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ കാർഡ്ബോർഡ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാർഡ്ബോർഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിമൻറ്റ് കുഴക്കുന്നതിലേക്ക് പോകാം. 1 കപ്പ് സിമൻറ്റിന് 2 കപ്പ് മണ്ണെന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഈ സിമൻറ്റും മണ്ണും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് സിമൻറ്റും 3 കപ്പ് മണ്ണാണ് എടുക്കുന്നത്. എൻ്റെ കാർഡ്ബോർഡ് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ അളവ് എടുക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പം കുറച്ച് സിമൻറ്റ് ഇതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴും മണ്ണെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സിമൻറ്റാണ് എടുക്കേണ്ടത്. മണ്ണ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, സിമൻറ്റ് കുറയാതിരിക്കാൻ ശ്രമിക്കുക. മണ്ണ് കൂടിപ്പോയാൽ ചട്ടി നല്ല പെർഫെക്റ്റായി വരില്ല, വിണ്ടുപോകും. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, കുറച്ച് മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ സിമൻറ്റും മണ്ണും മിക്സ് ചെയ്തെടുക്കേണ്ടത്. അധികം ലൂസാകാനും പാടില്ല, അധികം തിക്കാകാനും പാടില്ല. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് ഇങ്ങോട്ട് എടുത്തേക്കാം. നമ്മൾ ഈ സിമൻറ്റ് എടുത്താൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റണ രൂപത്തിലാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പരമാവധി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കാം. നമുക്ക് ഇത് ഈ കാർഡ്ബോർഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ അറ്റത്തെ കീ ഷേപ്പും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പും വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പല ഷേപ്പിലും ഈ ചട്ടി ആക്കിയെടുക്കാം. ഇനി ഇതുപോലെ 4 സൈഡും നമ്മൾ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഇത് വെക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്യണം. നമ്മളുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് ചെയ്യണം. നാല് സൈഡും ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സിമൻറ്റ് എനിക്ക് മതിയാകാതെ വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് സിമൻറ്റ് തേക്കണം. അത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയോടുകൂടി തന്നെ അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നന്നായിട്ട് സിമൻറ്റ് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് വരുത്തത് നല്ല ഫ്ലാറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ ഫൈനലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം ഉണക്കാൻ വെക്കാം. ഒരു ദിവസത്തിന് ശേഷം ഇത് നമുക്ക് എടുക്കാൻ പാടുള്ളൂ ഇവിടുന്ന്. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ചട്ടി ഒരു ദിവസമായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ള ഈ തുണി കഷ്ണങ്ങളൊക്കെ എടുത്ത് കളയാം. ഇതിൽ നിന്ന് തുണികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ പേപ്പർ കാരണം നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഇതിന് പകരം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. കാർഡ്ബോർഡ് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹോളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം.
ഇത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചട്ടിയാണ്. ഞാനിപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ചെയ്ത ഹോൾസൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇടയിൽ ചെറിയ ഹോൾസുകൾ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോൾസുകളാണ് ഈ കാണുന്നത്. പിന്നെ അതേ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, ഇതിവിടെയൊക്കെ ആയിട്ടുണ്ട്, ഹോൾസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മണ്ണിടുമ്പോൾ ആ ഹോൾസിൽ കൂടെ ആ മണ്ണൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം, ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ചട്ടിയുടെ ഉൾഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം നമ്മത് കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇത് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചട്ടിയുടെ ഉൾഭാഗത്തേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ സിമെൻറ്റ് പേസ്റ്റൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. ഇപ്പം നമ്മളുടെ ചട്ടിയുടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിക്കാം. അപ്പം നമ്മളുടെ ചട്ടി ഇവിടെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 സൈഡും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സൈഡിൽ ബ്ലാക്കും ഇവിടെ പേൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളറും ഇട്ട് അടിച്ചു കൊടുത്തത്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ചട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിവിടെ വേറൊരു ഷേപ്പാണ് കേട്ടോ കൊടുത്തത്. നമ്മൾ ഈ അറ്റത്ത് ചെയ്ത പോലെ സിമൻറ്റ് ചുറ്റിയെടുത്തില്ലേ, അതുപോലെയാണ് ഞാനിവിടെ ചെയ്തു കൊടുത്തത്. ഇനി നമുക്ക് ഈ ചട്ടികളിലൊക്കെ ചെടി വെക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.